ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ വടക്കുകിഴക്കൻ ജോർദാനിലെ സിറിയൻ അതിർത്തിക്ക് സമീപം നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സിറിയയുടെയും ഇറാഖിന്റെയും അതിർത്തികൾ ചേരുന്ന വടക്കുകിഴക്കൻ ഭാഗത്ത് ജോർദാനിലുള്ള തന്ത്രപ്രധാന സ്ഥലമായ ടവർ 22-ലെ സൈനിക താവളത്തിലാണ് ഡ്രോൺ പതിച്ചത്. ആക്രമണത്തിൽ കുറഞ്ഞത് 34 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരിൽ തന്നെ 8 പേർക്ക് ഗുരുതര പരിക്കുകളുള്ളതിനാൽ ഉയർന്ന വൈദ്യസഹായത്തിനായി ജോർദാനിൽ നിന്നും ഇവരെ മാറ്റുകയും ചെയ്തുവെന്ന് US സെൻട്രൽ കമാൻഡിന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, ആക്രമണത്തിൽ US സേനയ്ക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായതായും മരണനിരക്ക് ഇനിയും വർദ്ധിക്കാൻ ഇടയുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ ഇത് ആദ്യമായാണ് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ ഒരു ആക്രമണം നേരിടേണ്ടി വരുന്നത്. ഇതിന് പിന്നിൽ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളാണെന്ന് ജോ ബൈഡൻ കുറ്റപ്പെടുത്തി. ആക്രമണത്തിന്റെ വസ്തുതകൾ പരിശോധിച്ചാൽ സിറിയയിലും ഇറാഖിലും പ്രവർത്തിക്കുന്ന ഇറാൻ പിന്തുണയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളാണ് ഇതിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, ബൈഡൻ പ്രസ്താവനയിൽ പറയുന്നു. ഹൂതി വിമതർക്കെതിരെ തിരിച്ചടി നടത്താനായിരിക്കും നിലവിൽ US സേന ശ്രമിക്കുക എന്നാണ് വിലയിരുത്തൽ. ഇറാഖിലെയും സിറിയയിലെയും അതിർത്തിയിലുള്ള US സൈനികർക്കെതിരെ 97 തവണ ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. എങ്കിലും ഇതുവരെ ആക്രമണങ്ങളിൽ അമേരിക്കൻ സേനയിൽ ജീവൻ നഷ്ടം ഉണ്ടായിട്ടില്ല. എന്നാൽ നിലവിലെ ഡ്രോൺ ആക്രമണം US-ന് വലിയ തിരിച്ചടിയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പറയുന്നു. അതേസമയം ആക്രമണത്തിൽ ടെഹ്റാന് പങ്കില്ലെന്നാണ് ഇറാൻ പറയുന്നത്. മാത്രമല്ല, ആക്രമണം അമേരിക്കൻ സേനയെ ലക്ഷ്യം വച്ചുകൊണ്ടല്ല നടന്നത്, മറിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ പോരാട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന സിറിയയിലെ അൽതാൻഫ് ബേസ് ആയിരുന്നു ആക്രമണ ലക്ഷ്യമെന്നും ജോർദാൻ സർക്കാരിന്റെ വക്താവ് മുഹന്നദ് മുബൈദീൻ കൂട്ടിച്ചേർത്തു. എന്നാൽ വിഷയത്തിൽ ഹമാസ് നടത്തിയ പ്രതികരണത്തിൽ പറയുന്നത് ഇത് അമേരിക്കയ്ക്കുള്ള താക്കീതാണെന്നാണ്. ഗസയിലെ നിരപരാധികളെ കൊലപ്പെടുത്തുന്നതിനുള്ള സഹായം നൽകുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നിച്ചുനിന്ന് അത് നേരിടുമെന്ന അമേരിക്കൻ ഭരണകൂടത്തിനുള്ള സന്ദേശമാണ് ഡ്രോൺ ആക്രമണമെന്നാണ് ഹമാസ് വക്താവ് സമി അബു സുഹ്രി പറഞ്ഞത്. ഗസയിൽ അമേരിക്കൻ സയനിസ്റ്റ് ആക്രമണം തുടരുന്നത് മറ്റ് പ്രാദേശിക ആക്രമണങ്ങൾക്ക് കാരണമാകുമെന്നും അബു സുഹ്രി പ്രസ്താവനയിലൂടെ പറഞ്ഞു. അതേസമയം 2011-ൽ സിറിയയിൽ സംഘർഷം ആരംഭിച്ചതു മുതൽ ഇറാഖിൽ നിന്നുമുള്ള തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം തടയാൻ വിപുലമായ ഒരു നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി US ദശലക്ഷക്കണക്കിന് ഡോളർ ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വാഷിംഗ്ടണിൽ നിന്ന് സാമ്പത്തികവും സൈനികവുമായ സഹായം സ്വീകരിക്കുന്ന ഏറ്റവും വലിയ സൈന്യങ്ങളിലൊന്നാണ് ജോർദാന്റെ സൈന്യം. കൂടാതെ US ആർമിയുമായി വർഷം മുഴുവൻ വിപുലമായ അഭ്യാസങ്ങൾ നടത്തുന്ന ചുരുക്കം ചില പ്രാദേശിക സഖ്യകക്ഷികളിൽ ഒന്നുകൂടിയാണിവർ.